വാഴ 2 കണ്ടവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. വിഷു വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന വിഷു ആശംസകൾ നേരുന്ന ഒരു റീലാണ് ഇപ്പോൾ താഴെ നിങ്ങൾ കാണുന്നത്. ഈ സീനും വാഴയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അത് വാഴ കണ്ടവർക്കറിയാം. എന്നെ ഏറ്റവും കൂടുതൽ വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ, വാഴ സിനിമ ഞാൻ റീസെൻറ്റ് ടൈംസിൽ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറയാൻ വാക്കുകളില്ലാത്തൊരു സിനിമയാണ്. സീരിയസ്ലി ഞാൻ മനസ്സറിഞ്ഞ് എണീറ്റ് ലാസ്റ്റ് കൈയടിച്ച് അതിൽ ചിരിക്കേണ്ട നിമിഷങ്ങളിൽ ചിരിച്ചിട്ടും കരയേണ്ട സങ്കടം വന്ന് ആ വിഷമിക്കേണ്ട ആ ഘട്ടങ്ങളിൽ അങ്ങേയറ്റം വിഷമിച്ചിട്ടും, കാരണം അത്രയധികം നമ്മുടെയൊക്കെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന, നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുന്ന, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അതേപോലെ എടുത്തിട്ടുള്ളൊരു മൂവിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബിജുക്കുട്ടൻ ചെയ്തിട്ടുള്ളത്. ഈ വിഷുവിൻ്റെ ഈ ഒരു റീല് ആ സിനിമയിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കാര്യം മാത്രം, ആ ഒരു സിനിമയിൽ ബിജുക്കുട്ടൻ വീഴുന്ന സമയത്ത് എല്ലാവരും ചിരിക്കുമ്പോൾ, ഈ ഒരു ചേട്ടൻ്റെ വീഴ്ചയിൽ ഒരുവിധം ഇപ്പം എല്ലാവരും ചിരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ നമുക്ക് പറഞ്ഞിരുന്നത് ബിജുക്കുട്ടൻ ഈ സെയിം സീന് റീക്രിയേറ്റ് ചെയ്തിട്ട് ആ വീഴുന്ന സമയത്ത് സ്വന്തം മകൻ ഓടി വന്നിട്ട് ബിജുക്കുട്ടനോട് അച്ഛാന്ന് വിളിച്ച് ചെല്ലുന്നൊരു സീനുണ്ട്. അതിന് മറുപടിയായിട്ട് അയാൾ നോക്കുന്ന ആ കഥാപാത്രം, അയാൾ നോക്കുന്ന ഒരു നോട്ടം, ആ ഒരു കണ്ണുണ്ട്. സീരിയസ്ലി ഞാൻ വീണ്ടും എനിക്കൊരു പ്രാവശ്യം കൂടി വാഴ കാണണം, ആ പടം കാണാൻ. പക്ഷേ ആ സീന് കാണാൻ ഞാൻ എത്ര പ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല ഞാൻ അടുത്തൊന്നും എനിക്കൊരു സിനിമ കണ്ടിട്ട് ഇത്രത്തോളം എൻ്റെ മനസ്സിനിങ്ങനെ വിഷമിച്ചു എന്നുള്ളത്. നമ്മൾ പലപ്പോഴും, ഇപ്പം ഞാനും ഒക്കെ എൻ്റെ കാരണക്കാരാണ്, നിങ്ങളൊക്കെ, നമ്മളൊക്കെ പലപ്പോഴും തമാശ രൂപത്തിൽ ഒരാൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒരു ഫോർവേഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് എത്രത്തോളം വിഷമം ആ വ്യക്തിയും അയാളുടെ അടുത്തുള്ള ആൾക്കാരും അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചു തരാൻ വേറെ ഒരു സിനിമയ്ക്കോ ഒരു പരിപാടിക്ക് ഇതിലേറെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചു തരാൻ ഇനിയൊരു സിനിമയ്ക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല. ഇനിയൊരു കലാരൂപത്തിന് കഴിയുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞ ആദ്യത്തെ സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. വാഴ 2 കണ്ടവർക്ക് കത്തും. ബ്യൂട്ടിഫുൾ മൂവി, മിസ് ചെയ്യരുത്. തിയേറ്ററിൽ പോയി കാണാം. ഒരു പ്രാവശ്യമല്ല, 2, 3, 4 പ്രാവശ്യം കണ്ടാലും ഒരിക്കലും ഞാൻ ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. സൂപ്പർ, ഹാറ്റ്സ് ഓഫ് എവ്രിബഡി, എല്ലാ വ്യക്തികളും